നഴ്സറിയിൽ നിന്നും ഒരു ഒട്ടുമാവ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം അതൊരു ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ കായ്ക്കണമെന്നാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇവ വലിയ വൃക്ഷമായാൽ പോലും കായ്ക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായി നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ശാസ്ത്രീയമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ചെടിക്ക് വളരാൻ ഏറ്റവും അത്യാവശ്യമുള്ളതും ഒരിക്കലും നമുക്ക് കൃത്രിമമായി നൽകാൻ സാധിക്കാത്തതുമാണ് സൂര്യപ്രകാശം. ഒരു ചെടിക്ക് നമ്മൾ എത്രമാത്രം വെള്ളവും വളവും നൽകിയാലും അതിനെ ചെടിക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്നത് സൂര്യപ്രകാശം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമാവിന്റെ തൈകൾ നടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ വിത്തിട്ട് കിളിർപ്പിച്ച ഒരു മാവിൻ തൈ വളർന്ന് കായ്ക്കാൻ പ്രാപ്തമാകുമ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റവും അത്രമാത്രം വളർന്നിട്ടുണ്ടാകും. അതായത് അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൻ്റെയും ശാഖകളുടെയും വളർച്ച ഒരുപോലെയായിരിക്കും. എന്നാൽ ഒട്ടുമാവിൻ്റെ കാര്യത്തിൽ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ മുകളിൽ ഒട്ടിച്ചു ചേർക്കുന്ന ഒട്ടുകമ്പ് പ്രായമായ ഒരു വൃക്ഷത്തിന്റെ ശാഖയായിരിക്കും. അതേസമയം താഴെയുള്ള റൂട്ട് സിസ്റ്റം വിത്തിട്ട് കിളിർപ്പിച്ച വളരെ പ്രായം കുറഞ്ഞ ഒരു മാവിൻ തൈയുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഒട്ടുമാവ് 3-4 വർഷം കൊണ്ട് കായ്ക്കാൻ പ്രാപ്തമാകുമ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിന് ഒരുപാട് ദൂരേക്ക് വളർന്നു ചെന്ന് ആ മാവിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമാവുകൾക്ക് നമ്മൾ നിർബന്ധമായും വളപ്രയോഗം നടത്തണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് 18ഓളം മൂലകങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട്. എന്നാൽ നമ്മൾ പരമ്പരാഗതമായി നൽകി വരുന്ന കോഴിക്കാഷ്ടം, പശുവിൻ ചാണകം പോലുള്ള വളങ്ങൾക്ക് കൂടുതലായും നൽകാൻ സാധിക്കുന്നത് ഒരു ചെടിയുടെ കായിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന നൈട്രജൻ മൂലകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന ജൈവവളം വഴി ചെടിക്ക് കൂടുതൽ മൂലകങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മണ്ണിര കമ്പോസ്റ്റോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളമോ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം, അതായത് പച്ചക്കറി മാലിന്യം ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ജൈവവളം ഒരു വർഷത്തിൽ ആകെ 50 കിലോയെങ്കിലും പല ഘട്ടങ്ങളായി നമ്മളൊരു പ്രായപൂർത്തിയായ ഒട്ടുമാവിന് നൽകണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു ഒട്ടുമാവ് ആരോഗ്യത്തോടെ പൂക്കണമെങ്കിൽ അതിന് പുതിയ ശാഖകൾ രൂപപ്പെടണം. എന്നാൽ തലേവർഷം കായ്ച്ച ഒരു മാവിനെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിന് ശേഷം ആ മാവ് ഒരു ഉറക്കത്തിലേക്ക് നീങ്ങുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായി നമ്മൾ മാമ്പഴം വിളവെടുത്ത ഉടനെ തന്നെ മാമ്പഴത്തിന്റെ ഞെട്ടിരുന്ന ഭാഗത്തു നിന്നും ഏകദേശം 15 സെന്റിമീറ്ററോളം താഴെയായി ആ ശാഖകൾ മുറിച്ചു നീക്കണം. ഇത് മാവിന് പുതിയ ശാഖകൾ രൂപപ്പെടുന്നതിനും മാവ് വീണ്ടും കായ്ക്കുന്നതിനും സഹായിക്കും. ഇത്തരത്തിൽ പ്രായപൂർത്തിയായ ഒരു മാവിനെ 1-2 വർഷം നമ്മൾ പരിപാലിച്ചിട്ടും അത് പൂക്കുന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളൂ. അത്തരത്തിൽ പ്രകൃതിക്കും മനുഷ്യനും ദോഷം ചെയ്യാത്ത ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.